ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ മനോഹരമായ ഒരു എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനയെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലാക്കിയതിന് ശേഷം ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബാലചന്ദ്രൻ അലീനയെ കാണാൻ വേണ്ടി കുളത്തുപുഴയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയൊക്കെ കണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ടാണ് ബാലചന്ദ്രൻ തിരിച്ച് പാലയിൽ എത്തുന്നത് കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ കുളത്തുപുഴയിലേക്ക് അലീനയെ കാണാൻ വേണ്ടി പോയി എന്ന് മനസ്സിലാക്കുന്ന വൈജയന്തി അന്നേ ദിവസം അവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അങ്ങനെ തിരിച്ച് 7:30യോടെയാണ് ബാലചന്ദ്രൻ പാലയിൽ എത്തുന്നത്. തന്റെ ജ്വല്ലറിയിലേക്ക് ചെന്ന് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് ചാവിയെല്ലാം മേടിച്ച് ടെക്സ്റ്റൈൽസ് എല്ലാം അടച്ചതിന് ശേഷമാണ് ബാലചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു മൗന അന്തരീക്ഷമായതുകൊണ്ട് തന്നെ എന്തോ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും നടക്കും എന്ന് ബാലചന്ദ്രന് ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലൊക്കെ എത്തി മുറിയിൽ പോയി തന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. വൈജയന്തി അപ്പോഴും ഡൈനിങ് ടേബിളിൽ തല വെച്ച് കിടക്കായിരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ 3 മക്കളും ബാലചന്ദ്രനും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വൈജയന്തി വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് ആരും ചോദിക്കുന്നില്ല അമ്മയ്ക്ക് എന്താണ് ഭക്ഷണം വേണ്ടാത്തത്, എന്തുകൊണ്ടാണ് കഴിക്കാത്തത് എന്നൊന്നും ആരും ചോദിക്കുന്നില്ല, ആരും തിരക്കുന്നില്ല. അങ്ങനെ 4 പേരും ഭക്ഷണം കഴിച്ച് തീരാറായപ്പോൾ വൈജയന്തി തന്റെ വിഷയം അവിടേക്ക് എടുത്തിടുന്നുണ്ട്. ബാലചന്ദ്രന്റെ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിച്ച് കഴിയാൻ വേണ്ടിയാണ് വൈജയന്തി കാത്തു നിൽക്കുന്നത് എന്ന് ബാലചന്ദ്രന്റെ മുന്നേ മനസ്സിലായ കാര്യമാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ഇന്ന് കടയിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഇന്ന് കടയിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എത്ര സമയം നിങ്ങൾ കടയിലുണ്ടായിരുന്നു? ആകെ 10-20 മിനിറ്റ്. അതിനുശേഷം നിങ്ങൾ എങ്ങോട്ട് പോയി? ആരോടും പറയാതെ എന്നോട് പിന്നെ പറയണ്ട, ഞാൻ നിങ്ങളുടെ ആജന്മ ശത്രുവാണല്ലോ. എന്നോട് പറയണ്ട, നിങ്ങളുടെ 3 മക്കളുണ്ടല്ലോ, അവരോട് പോലും പറയാതെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഇത്ര നേരം നിങ്ങൾ കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചു നോക്കുമ്പോഴൊന്നും നിങ്ങളില്ല. നിങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഗോവർദ്ധന് പോലും അറിയില്ല നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന്. എങ്ങോട്ടായിരുന്നു നിങ്ങളുടെ ഈ ഒളിച്ചുള്ള യാത്ര? ആരോടും പറയാതെ ഈ ഒളിച്ചുകളി എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ചൂടാവുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ ശാന്തമായി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നീ നേരിട്ട് ചോദിക്കണം, അല്ലാതെ ഈ വളഞ്ഞ വഴിക്ക് നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കൊളത്തുപുഴ വരെ പോയതാണ്. ഇനി നിനക്ക് എന്താണ് അറിയേണ്ടത്? കൊളത്തുപുഴയ്ക്ക് എന്തിനു പോണം? ഇവിടുത്തെ കാറ്റൊന്നും ശരിയല്ല, അതുകൊണ്ട് കൊളത്തുപുഴ വരെ പോയി ഒന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ ബാലചന്ദ്ര. നിങ്ങൾ എന്തിനാണ് പോയതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിപ്പോ നിനക്കറിഞ്ഞിട്ട് എന്താണ് കാര്യം വൈജി? നീ നിന്റെ കാര്യം മാത്രം നോക്കി ഈ വീട്ടിൽ ജീവിച്ചാൽ മതി. എന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ എന്റെ കാര്യത്തിൽ തലയിടാനോ വരണ്ടാന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരാതെ ഭാര്യ എന്ന പദവി എനിക്കുണ്ടല്ലോ. ഒരു വിധവയെ പോലെ ഈ വീട്ടിലൊരു മുക്കിൽ കഴിഞ്ഞു കൂടുന്നു എങ്കിലും നിങ്ങളുടെ ഭാര്യ പദവി ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അന്വേഷിക്കാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ഓ, ചെയ്തു. നിനക്കിപ്പോ എന്തറിയണം ഞാൻ എവിടേക്ക് പോയെന്ന്? ഞാൻ കൊളത്തുപുഴ വരെ പോയതാണ്. വേറെ ആരെയും കാണാനും അല്ല, അലീനയെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി നിനക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ? വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വേലക്കാരിയുടെ ക്ഷേമം അന്വേഷിക്കാൻ നിങ്ങൾ എന്തിനു 1 മാസം കഴിഞ്ഞ് വീണ്ടും അവളെ കാണാൻ പോകുന്നു? എന്താവശ്യമുണ്ട് അതിന്? ഈ വീട്ടിൽ എത്രയോ വേലക്കാരികൾ വന്നു നിന്നു പോയി, പിരിഞ്ഞു പോയി. അവരുടെ ഒന്നും ക്ഷേമം അന്വേഷിക്കാൻ അവരുടെ ഒന്നും വീട്ടിൽ നിങ്ങൾ പോയിട്ടില്ലല്ലോ. ഏയ്, ഞാൻ അത്രക്കാരനല്ല എന്ന് പരിഹസിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? മറ്റാരിലും കാണാത്ത എന്താ നിങ്ങൾ അവളുടെ കയ്യിൽ കണ്ടിട്ടുള്ളത്? വേറെ ആരുടെയും ക്ഷേമം അന്വേഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇവളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര ശുഷ്കാന്തി? വല്ല പൈസ കൊടുക്കാനോ അതോ വല്ല അസുഖം ബാധിച്ച് കിടപ്പിലാണോ അവള്? അല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ അവളുടെ അടുത്തേക്ക് പോയത്? വൈജി, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. അവളെ അവിടെ കൊണ്ടാക്കിയത് ഞാനാണ്. ഈ വീട്ടിലെ ദുരിതം സഹിക്കാൻ വയ്യാതെയാണ് അവൾ ഈ വീട് വിട്ടു പോയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പുതിയൊരു ഇടം ശരിയാക്കി കൊടുത്തത് ഞാനാണ്. അവിടെ അവൾ സുഖമായിട്ടിരിക്കുന്നു. അവളുടെ ക്ഷേമം അന്വേഷിക്കുന്നത് എന്റെ അവകാശമാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാനാണ് ഞാൻ പോയത്. ഇതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഓ, എല്ലാം ഞാൻ വിശ്വസിച്ചു. നിങ്ങളുടെ മകളൊന്നും അല്ലല്ലോ അവള്. ഇത്രയും കാലം അതായിരുന്നു പറഞ്ഞിരുന്നത്. അല്ല, മകളല്ല. പക്ഷെ എന്റെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ച കുട്ടിയാണ് അവളെ എന്ന് പറയുമ്പോൾ, ഓ മതി, നിങ്ങളുടെ അച്ഛനും മകളും ഡ്രാമ. ഞാനിത് കുറെ കണ്ടതാണ്. എല്ലാവരെയും പറ്റിക്കാൻ ഒരു പേര്, അച്ഛനും മകളും മകളെ പോലെയാണ് ഇത്രേ. ഇതൊക്കെ എത്ര കാലത്തേക്കാണ് ബാലചന്ദ്ര? എനിക്കറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് പോയതെന്നും എന്താ അവിടെ ചെയ്തിരുന്നെന്നും. നിങ്ങൾ ഏതോ വീട്ടിലെന്നൊക്കെ പറഞ്ഞ് ഏതോ ഹോസ്റ്റലിൽ അവളെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ പോവുക. ഇപ്പൊ സൗകര്യമായല്ലോ, ആരും ഒന്നും പറയൂല, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൂട്ടാം. ഏതെങ്കിലും ഒരു
ഹോട്ടൽ മുറിയിൽ ചെന്ന് വാതിലടച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞുല്ലോ. നിർത്തടി, നിന്റെ വായ തോന്നിയതെല്ലാം നിനക്ക് വിളിച്ചു പറയാം എന്നായോ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ക്രോധിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പൊ വൈജയന്തി വിട്ടുകൊടുക്കുന്നില്ല. മക്കള് 3 പേരും ഇത് നോക്കി നിന്ന് അമ്പരന്ന് നിൽക്കാണ് കേട്ടോ. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അമ്മ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് വെറുതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ? ഒന്ന് ഒരുങ്ങി തന്നപ്പോ നീ അങ്ങ് പറഞ്ഞു പോവാ. നിനക്ക് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള ഇടം ഇതല്ല, ഇതായിരുന്നു. പക്ഷെ ഇനി അത് നടക്കില്ല. നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയണം? ഈ 3 മക്കളും അലീന ചേച്ചി പറഞ്ഞ് നടക്കുന്നവരല്ലേ. അവരെ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോവായിരുന്നില്ലേ നിങ്ങളുടെ കൂടെ? അതിനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കള്ളക്കളികൾ നടക്കില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവരെ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയത്? ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അവളെ കാണണം, അവളുടെ ക്ഷേമം അന്വേഷിക്കും, അതിനല്ലേ പോയത്? അമ്മ വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട. അച്ഛൻ അലീന ചേച്ചി കാണാൻ പോയ എന്താ കുഴപ്പം? അച്ഛൻ അലീന ചേച്ചി എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മയുടെ തെറ്റിദ്ധാരണ ഇതെല്ലാം എന്ന് പറഞ്ഞ് രോഹിത്തും അച്ഛന്റെ പക്ഷം പിടിച്ചു കേട്ടോ. അപ്പൊ വൈജയന്തി രോഹിത്തിനോടും തട്ടിക്കയറുന്നുണ്ട്. നിനക്കൊക്കെ എന്തറിയാം? നിങ്ങൾ എല്ലാവരെയും അവള് മയക്കി വെച്ചിരിക്കുകയാണ്. അവളും ഇയാളും കൂടി ഒത്തു കളിച്ച് ഇതെല്ലാം ചെയ്യുന്നത്. അവൾ എവിടെയും പോയിട്ടുണ്ടാവില്ല. അവള് കുറച്ചു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും. എന്റെ ശവം കണ്ടിട്ട് അവൾ ഈ ഭൂമി വിട്ട് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി പിറുപിറുക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ആണെച്ചാൽ തന്നെ ദേഷ്യം അടക്കി വെക്കാൻ പറ്റുന്നില്ല. മക്കളുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. ബാലചന്ദ്ര മേനോൻ കടപ്പല്ലു ഞെരിച്ച് പിന്തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. നിങ്ങൾ ഇതിന് മറുപടി പറയണം. എങ്ങോട്ട് ഓടിപ്പോകുന്നേ? അവിടെ നിൽക്ക്. ഈ മക്കളുടെ മുൻപിൽ വെച്ച് തന്നെ പറയേ. അവരും കേൾക്കട്ടെ നിങ്ങളുടെ ന്യായങ്ങള്. വൈജയന്തിയുടെ ശബ്ദമുയർന്നു. പ്രായപൂർത്തി വന്ന മക്കളാ, അവർക്കും സംശയങ്ങളുണ്ട്. അത് തീർത്തു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളടുത്ത് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി വിഴുങ്ങാം. അലീനയുടെ സുഖവിവരം അറിയാൻ ഇരിക്കപ്പുറത്ത് ഇല്ലാഞ്ഞു. ക്ഷേമാന്വേഷണത്തിന് പോയി, കണ്ടു, ആശ്വസിപ്പിച്ചു, ഒക്കെ ശരി. പക്ഷെ എന്തുകൊണ്ട് മക്കളിൽ ഒരാളെ എങ്കിലും കൊണ്ടുപോയില്ല? മക്കളുടെ പേര് പറയുമ്പം അവളുടെ നാവിന് തേനൊലിക്കുമായിരുന്നല്ലോ. ആ മക്കളെ കാണാൻ അവൾക്കില്ലേ ആഗ്രഹം? അച്ഛനെ മാത്രം കണ്ടാ മതിയോ? അതൊക്കെ ഫോട്ടോന്ന് വെക്കാം. എവിടെയാണ് ഈ അലീന? ആരുടെ കൂടെയാണ് അവളുടെ താമസം? എന്താണ് അവളുടെ അഡ്രസ്സ്? വൈജയന്തി ഒന്ന് നിർത്തി. ഭവിതയുടെ രോഹിത്തിന്റെയും കൃഷ്ണജിയുടെയും ചോദ്യാഭാവത്തിലുള്ള നോട്ടം തന്റെ നേർക്ക് മെല്ലെ തിരിയുന്നത് ബാലചന്ദ്ര മേനോൻ കണ്ടു. വേറൊന്നും വേണ്ട, അവളുടെ അഡ്രസ്സ്. അങ്ങനെ ഒരെണ്ണം ഇല്ലാതെ വരില്ലല്ലോ. എന്നോട് പറയണ്ട, ഈ മക്കളോട് പറഞ്ഞാ മതി. ഇതുവരെ നിങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങളെ മാത്രമല്ല, കൃഷ്ണമോള അലീനയെടുത്ത് കെഞ്ചി ചോദിച്ചിട്ടുണ്ട് അവളുടെ അഡ്രസ്സ് എന്താണെന്ന്. അവളും ഇവരോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയാതെ നിങ്ങൾ ഒളിച്ചു കളിക്കുകയല്ലേ? അതിനി നടപ്പില്ല. നിങ്ങളെ മാന്യനാണെങ്കിൽ, അന്തസ്സുള്ളവനാണെങ്കിൽ അലീന ജോലി ചെയ്യുന്ന വീടിന്റെയോ ഓഫീസിന്റെയോ കമ്പനിയുടെയോ പേരും അഡ്രസ്സും പറ. വൈജയന്തി വെല്ലുവിളിച്ചു. ബാലചന്ദ്ര മേനോൻ നേരെ വാഷ് ബേസിന് മുൻപിൽ ചെന്ന് കയ്യും വായും കഴുകി ടവലെടുത്ത് തുടച്ചു. ഒരു മറുപടി പ്രതീക്ഷിച്ച് വൈജയന്തിയും കുട്ടികളും ഇരിക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ ഒരു വാക്കും മിണ്ടാതെ കോണിപ്പടി ചുവട്ടിലേക്ക് നടന്നു. കോണിപ്പടി കയറുമ്പോൾ അയാൾ കേട്ടു. വൈജയന്തി വീരോടെ മക്കളോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അച്ഛന്റെ തനി നിറം? അവളുടെ അഡ്രസ്സ് പറഞ്ഞ ആകാശം ഇടിഞ്ഞു വീഴുമോ? അപ്പോൾ അതല്ല സംഗതി. ഒളിച്ചുകളി നടക്കണം, ആരും അറിയാതെ. എല്ലാവരെയും വെറും വിഡ്ഢികളാക്കിക്കൊണ്ട്. രോഹിത് ഭക്ഷണം കഴിക്കുന്നത് പൂർത്തിയാക്കാതെ എഴുന്നേറ്റ് കൈ കഴുകി കോണിപ്പടി കയറി അവന്റെ മുറിയിലേക്ക് പോയി. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ അവൻ വാതിൽ തുറന്ന് പാസേജിലേക്ക് ഇറങ്ങി. മുകളിലെ ലൈറ്റുകൾ അണഞ്ഞിരിക്കുന്നു. അമ്മയും ബബിതയും എല്ലാം ഉറങ്ങാൻ കിടന്നുവെന്ന് അവന് മനസ്സിലായി. അച്ഛന്റെ മുറിക്കുള്ളിൽ മാത്രം ലൈറ്റ് ഉണ്ട്. അച്ഛൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ 11:30 ആകുമെന്ന് അവനറിയാം. 2 ഷോപ്പുകളുടെയും അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷമേ കിടക്കാറുള്ളൂ. അച്ഛൻ കടയിലില്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ചും. രോഹിത് ആ മുറിക്ക് നേർക്ക് അല്പനേരം നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ച മട്ടിൽ ചെന്ന് വാതിൽ തട്ടി. ബാലചന്ദ്ര മേനോൻ വന്ന് വാതിൽ തുറന്നു. രോഹിത് മുന്നിൽ നിൽക്കുന്നത് കണ്ട അയാൾ അത്ഭുതപ്പെട്ടു. എന്ത് പറ്റി? ഉറങ്ങിയില്ലേ നീ? ഉറങ്ങാൻ കിടന്നില്ല. അച്ഛൻ ബിസിയാണോ? കണക്കൊക്കെ നോക്കുകയാ. എനിക്ക് അച്ഛനോട് ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോൻ അപകടം മണത്തു. എന്തു സംസാരിക്കാൻ? അച്ഛന് സമയമുണ്ടോ? പറ. ശരി, നീ കയറി വാ. രോഹിത് മുറിയിലേക്ക് കയറി. ബാലചന്ദ്ര മേനോൻ വാതിൽ അടച്ചു കുറ്റിയിട്ടു. തിരികെ ചെന്നു തന്റെ കസേരയിലിരുന്നു. രോഹിത് അച്ഛന്റെ മുന്നിൽ ചെന്ന് അങ്ങനെ മടിച്ചാണ് രോഹിത് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുന്നതും ബാലചന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് കേട്ടോ. രോഹിത്തിന്റെ പരിഭ്രമം കാണുമ്പോൾ തന്നെ ബാലചന്ദ്രന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അമ്മയുടെ സംശയങ്ങൾ പോലെ തന്നെ മക്കളുടെ മനസ്സിലും സംശയങ്ങൾ ഉളവെടുക്കുന്നുണ്ട്. അപ്പൊ അത് തീർക്കേണ്ടത് തന്റെ ബാധ്യത എന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുകയും രോഹിത്തിന്റെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തന്റെ മകനോട് തന്റെ അമ്മയെ പറ്റി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ഒരു അച്ഛന്റെ മനോവിഷമം എല്ലാം ബാലചന്ദ്രന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും.
തൻ്റെ അമ്മയുടെ പൂർവ്വചരിത്രം മനസ്സിലാക്കുന്ന മകന്റെ ഒരന്തളിപ്പും രോഹിത്തിന്റെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ചേച്ചിയായിരുന്നു അലീന എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം രോഹിത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം താൻ അലീനയോട് ചെയ്ത് കൂട്ടിയ ക്രൂരതകളും ഞങ്ങളെല്ലാവരും അവളെ ദ്രോഹിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം രോഹിത് ഓർത്തു പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പൊട്ടിക്കരഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ടാണ് ബാലചന്ദ്രന്റെ മുറിയിൽ നിന്ന് രോഹിത്തെ ഇറങ്ങി പോവുക കേട്ടോ. തൻ്റെ അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നേ ജനിച്ച മകളാണ് അലീന എന്നുള്ള സത്യം രോഹിത് അന്ന് അവിടെ തിരിച്ചറിയാണ് കേട്ടോ. അതിന്റെ പിറ്റേ ദിവസം തന്നെ രോഹിത് അലീനയെ കാണാൻ പോകണമെന്ന് ബാലചന്ദ്രനോട് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ കാണാൻ വേണ്ടി രോഹിത്തിനെ കുളത്തൂപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വീട്ടിലെ സത്യങ്ങൾ അറിയുന്ന രണ്ടുപേരായി. രോഹിത്തിനും കൃഷ്ണമോൾക്കും അലീന ആരാണെന്നും എന്താണെന്നും വൈജയുടെ പൂർവ്വചരിത്രം ഒക്കെ അറിയുന്നുണ്ട്. വൈജയോട് അത് പറയുന്ന എപ്പിസോഡ് വൈകാതെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്